ഞങ്ങളുടെ നേരെ പോരിന് വന്നു ആരെന്നൊന്നും നോക്കില്ല വെറുതെ ഞങ്ങൾ പറയില്ലോ കള്ളം പറയാൻ അറിയില്ലോ പറയാൻ ഞങ്ങൾക്കറിയാമെങ്കിൽ നടപ്പിലാക്കാൻ ഞങ്ങൾക്കറിയാം. കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നമ്മൾ കണ്ടതാണ്. കേരളത്തിന്റെ ജനവിഭാഗങ്ങളാകെ ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഏറ്റവും വിശ്വസ്തമായ അവർ എതിരാളികളെ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇ ഡി, കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ്, നമ്മുടെ പ്രിയപ്പെട്ട പോളിറ്റ് ബ്യൂറോ മെമ്പറായ പിണറായി വിജയന്റെ വീടുകളിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വീടുകളിലുമൊക്കെ ഓഫീസുകളിലുമൊക്കെ ഇന്ന് രാവിലെ 6 മണി മുതൽ എല്ലാ ഒട്ടനവധി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ, കേന്ദ്ര സേനയുടെ നേതൃത്വത്തിൽ ഇവിടെ റെയ്ഡ് നടത്തിയത് നമുക്കറിയാം. ആ റെയ്ഡ് നടത്തി ഉച്ചയോടുകൂടി അവർ പറയുകയാണ് ഒന്നും കണ്ടെടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല, ഒന്നും കണ്ടെടുത്തിട്ടില്ല എന്ന് എഴുതി കൊടുത്തിട്ട് പോകുന്ന തരത്തിലേക്കുള്ള സമീപനമാണ് അവർ സ്വീകരിച്ചത്. പ്രിയമുള്ളവരെ, ഇത് കേരളത്തിൽ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിണറായിയെ തകർത്താൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാമെന്ന് അവിടെ നരേന്ദ്രമോദിക്കറിയാം. ആ നരേന്ദ്രമോദിയുടെ ഇത്തരത്തിലുള്ള മോശപ്പെട്ട ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ വി ഡി സതീശൻ ഇന്നലെയും മെനഞ്ഞാന്നുമായി ഡൽഹിയിലാണ്. ആ ഡൽഹിയിലെത്തിയ നിമിഷം മുതൽ തന്നെ ഇവിടെ കേരളത്തിൽ ആ നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുമായി സംസാരിച്ചിട്ടാണ് ഇന്നിവിടെ ഇ ഡി ഇറക്കിയിട്ടുള്ളത്. ഇ ഡിയെ ഇറക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർത്ത് കളയാമെന്ന് വ്യാമോഹമാണ് ബി.ജെ.പിക്കും കോൺഗ്രസിനുമുള്ളത്. ഞങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ഏതെങ്കിലും ഒരു ഇ ഡിയെ കാണിച്ച് ഉമ്മാക്കി കാണിച്ചാൽ ഒരുപക്ഷെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള പ്രതിപക്ഷ കക്ഷി നേതാക്കന്മാരൊക്കെ പേടിച്ച് പറയ്ക്കുമായിരിക്കും. ഇത് തീച്ചൂളയിൽ പൊരുത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് എന്ന് ഉറക്കെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, പിന്നെ ഞങ്ങളെ മൃഗീയമായി തല്ലിച്ചതയ്ക്കുന്നവരുണ്ട് പോലീസ്. ഇന്നലകളിലില്ലാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളെ തെരുവോരങ്ങളിൽ വളരെ മൃഗീയമായി മർദ്ദിച്ചവശനാക്കിയാണ്. കേരളത്തിന്റെ പോലീസിനോട്, ഇടതുപക്ഷത്തിനോട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തമായ നിലയിൽ പറയാനുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകരെ ഇനി ആക്രമിക്കുന്നത് കണ്ടാൽ അത് കേരളത്തിലെ തെരുവോരങ്ങളിലാകെ പോലീസിന് പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിൽ ഞങ്ങൾ പ്രതിരോധിക്കുമെന്ന് ഉറപ്പിച്ച് ഞങ്ങൾ പറയുകയാണ്. ഇതൊരു താക്കീതാണ്. ഇവിടെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസ് പോലീസ് വാങ്ങിയിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള ഞങ്ങളുടെ സഖാക്കളെ ഇന്നലെയും മെനഞ്ഞാന്നുമായി മൃഗീയമായി മർദ്ദിച്ചവശയാക്കിയാണ്. ഒരു ഭാഗത്ത് വി ഡി സതീശന്റെ പോലീസിന്റെ ആക്രമണം, മറുഭാഗത്ത് കേന്ദ്രസേനയുടെ ഇ ഡിയുടെ ആക്രമണം. ഇതെല്ലാം കൊണ്ട് തകരുമെന്ന് ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ വ്യാമോഹമാണ് എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ നാടുമാകെ അണിനിരക്കണമെന്ന് മാത്രം പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് പങ്കെടുത്ത സഖാക്കൾക്ക് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ പേരിലുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സഖാക്കളെ പോരാട്ടം